സാറേ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്രട്ടേറിയറ്റിനടുത്ത സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ ഒരു വാഴ്ത്തുപാട്ടൊക്കെ പാടി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻകാരെ അവരുടെ DA ഒക്കെ കൊടുക്കണമെന്നൊക്കെ വാഴ്ത്തുപാട്ട് പാടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഞങ്ങളുടെ DA ഒന്ന് തരണം എന്ന് പറഞ്ഞാണ് പാടിയത് എന്നാണ് ട്രോളുകൾ വരുന്നത്. അത് സംഘടിപ്പിച്ചത് ഹണി എന്ന് പറഞ്ഞൊരു നേതാവാണ്. ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തേൻ പുരട്ടിയാണ് അത് ചെയ്തതെന്നാണ് പറയുന്നത്. എന്ത് പറയുന്നത് സാർ? ഇത് വലിയ രസകരമായ ഒരു ചർച്ചയ്ക്ക് വഴി തെളിച്ചിട്ടുണ്ട്. നമ്മുടെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടുകൂടിയും എന്നാൽ ഏറെ തമാശയോടും കൂടി സ്വല്പം പരിഹാസത്തോടു കൂടിയൊക്കെ കാണുന്ന ഒരു വിഷയമാണ്. CPM-ൽ ഈ വ്യക്തിപൂജയും വ്യക്തിസ്തുതിയും അനുവദിക്കാമോ എന്ന് കമ്മ്യൂണിസത്തെക്കുറിച്ച് ഏതോ ഒരു പ്രാകൃത സങ്കല്പത്തിൽ ജീവിക്കുന്ന ചിലർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവർ വിശ്വസിക്കുന്ന ഈ കമ്മ്യൂണിസമൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് കുറേ കാലമായി. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന പേരിൽ CPM നടത്തുന്നത് പിണറായിസമാണ്. 1998 പിണറായി സംസ്ഥാന സെക്രട്ടറിയായി വന്നതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന ഈ ആദർശ കമ്മ്യൂണിസമൊക്കെ എവിടെയോ മൺമറഞ്ഞു. അത് ഒരുപക്ഷെ ചടയൻ ഗോവിന്ദനോടൊപ്പം പോയത് കമ്മ്യൂണിസവും ആണ് കേരളത്തിൽ. അതിനുശേഷം എന്നാൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോട്ടയം സമ്മേളനത്തിൽ, കോട്ടയത്ത് ജില്ലാ സമ്മേളനത്തിൽ മഴ നനഞ്ഞുകൊണ്ട് സംസ്ഥാന സമ്മേളനം തലയിൽ ഒരു കർച്ചീഫ് ചൂടിക്കൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു. പിണറായി വിജയൻ സ്റ്റേജിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ അണികളിൽ നിന്ന് VS-ന് മുദ്രാവാക്യം വരും. പിണറായി ആകെ വിഷണ്ണനായി, അദ്ദേഹം രോഷാകുലനായി, അണികളെ ശാസിക്കുകയായിരുന്നു, കുറച്ച് മൈക്കിലൂടെ ശാസിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ അസഹിഷ്ണുത മുഴുവൻ അദ്ദേഹം പ്രകടിപ്പിച്ചു, വാക്കുകളിലൂടെയും മുഖത്തിലൂടെയും. എനിക്കിന്നും ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ആ നിലപാട് അങ്ങനെ രോഷാകുലനാകാൻ കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തിപൂജ പാടില്ല. VS എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പ്രസംഗമാണ് കള്ളു കുടിച്ചോണ്ട് വന്ന് ഇവിടെ കളിക്കാൻ ആണ് മദ്യം വെച്ചാൽ വയറ്റി കിടക്കണം എന്നൊക്കെ പറഞ്ഞ അണികളെ ആക്ഷേപിക്കുകയും കൂടെ ചെയ്തു. ഈ മുദ്രാവാക്യം വിളിക്കുന്നവൻ സ്വബോധമില്ലാത്തവനാണ്. അവൻ മദ്യത്തിൻ്റെ ലഹരിയിലാണ്, അല്ല പാർട്ടി കൂറിൻ്റെ ലഹരിയിലല്ല. പാർട്ടി കൂറിൻ്റെ ലഹരിയിലാണെങ്കിൽ അവൻ പാർട്ടി സെക്രട്ടറിക്ക് വിളിക്കണം എന്നാണ് അദ്ദേഹം ഭംഗ്യന്തരയുടെ സൂചിപ്പിച്ചത്. ആ പിണറായി വിജയനാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അപ്പോൾ 98-ന് ശേഷം അദ്ദേഹത്തിന് വന്നിരിക്കുന്ന പരിവർത്തനം എന്താ? വ്യക്തിപൂജ. പുതിയ പാർട്ടിയുടെ തണലിൽ നേതൃത്വത്തിലെത്തിയ ആൾ സ്വയം ഒരു ദൈവമാകാൻ, സ്വയം ഒരു ബിംബമാകുന്നു. ഇതേ VS-നെ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ കാസർഗോഡ് മുതൽ പാറശാല വരെ ഏറ്റെടുത്തപ്പോൾ അന്ന് ഒരു പാർട്ടി അനുയായി, അതായത് പിണറായി വിജയൻ്റെ ഒരു ശിഷ്യൻ, ആൾദൈവങ്ങളെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ലേഖനം എഴുതി. VS-നെ ഒരു ആൾദൈവമാക്കി മാറ്റുകയാണ് പാർട്ടി അണികൾ, അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ. അത് കമ്മ്യൂണിസമല്ല, അത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, കമ്മ്യൂണിസം ആശയ യുദ്ധമാണ്. ഒരു ഇടത് ചിന്തകൻ. ഇടത് ചിന്തകൻ പേര് പറയാതിരുന്നിട്ടത് കാര്യം. അയാളെ പിന്നീട് VS ആ കുരങ്ങനൊക്കെ വല്ലതും പറഞ്ഞാൽ നിങ്ങളെന്തിനാണ് കേൾക്കുന്നത് എന്ന് പത്രക്കാരോട് ഞാനും കൂടി ഇരിക്കുന്ന പത്രസമ്മേളനത്തിൽ VS പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കും. ഒരു ഊശാന്തടിയൊക്കെ വളർത്തിയ വിഷയം ആണ്. അപ്പോൾ വല്ല കുരങ്ങന്മാരും വല്ലയിടത്തും ഇരുന്ന് സംസാരിക്കുന്നതിന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അന്ന് VS-ന് കുറച്ച് പാർട്ടിയിൽ ഫോളോവേഴ്സ് കൂടിയപ്പോൾ അത് ബിംബം നിർമ്മിക്കലാണ്, ആൾദൈവത്തെ ഉണ്ടാക്കുകയാണ്. അത് മാതാ അമൃതാനന്ദമയ്യെയും ഒക്കെ പോലെ ആൾദൈവത്തെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ശ്രീ രവിശങ്കറെ പോലെ ആൾദൈവത്തെ ഉണ്ടാക്കുകയാണ് എന്ന അർത്ഥത്തിൽ ഒരു വാരികയിൽ ലേഖനം എഴുതി ഒരു പാർട്ടി അണി. ഇന്ന് ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയനെ ഇത് ആദ്യമായിട്ടല്ല പുകഴ്ത്തുന്നത്. 3 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഇതുപോലെ പാർട്ടി സമ്മേളനത്തിൽ കോവിഡ് കാലത്ത് തിരുവാതിര പാട്ട് പാടി. അദ്ദേഹത്തെ കാരണഭൂതൻ എന്നാണ് അന്ന് ആ പാട്ടിൽ വിശേഷിപ്പിച്ചത്. അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ
അദ്ദേഹം അത് തെറ്റാണെന്ന് പറഞ്ഞു. അതെ അതെ അതെ. അന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ നേതാവായി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു അതെ അതെ അത് പാടില്ലാത്തതാണ്. അതെ അതെ, അത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വ്യക്തിപൂജ ഞങ്ങളത് ആരും അറിയാതെ തട്ടിക്കൂട്ടപ്പെട്ടതെന്നൊക്കെ എന്ന് പറഞ്ഞു. അന്നത് പാർട്ടിയിൽ ഡിസോൺ ചെയ്യാനും അതിനെ അപലപിക്കാനും തെറ്റാണെന്നെങ്കിലും പറയുവാനും ആളുണ്ടായി. ഇന്ന് ആ കാലവും കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ആ ശിവൻകുട്ടി പോലും പറയില്ല. ഇന്ന് ശിവൻകുട്ടി മന്ത്രിയല്ല, MLA പോലും അല്ല. അന്ന് ജില്ലാ കമ്മിറ്റി. ഇന്ന് അന്നത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ സ്ഥാനത്തിരിക്കുന്ന ഗോവിന്ദൻ ഇന്നലത്തെ പാട്ടിന് എതിരായിട്ട് എന്തെങ്കിലും പറയാൻ നാളെയും പറയില്ല. കാരണം പറയാതിരിക്കാൻ വേണ്ടി ഈ സംഭവത്തെ കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകർ പിണറായി വിജയനോട് തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ കുറേ അധികം വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയിൽ ഒരു സ്തുതിപാഠകനമായാൽ എന്ത് എന്ന് ന്യായീകരിച്ചു. തുടക്കത്തിലെ ഒരു ഇതെടുത്തു വെച്ചു. അപ്പോൾ പിണറായി വിജയൻ അങ്ങനെ അതിനെ ന്യായീകരിച്ചാൽ പിന്നെ അതിനെതിരെ പറയാൻ പാർട്ടിയിൽ ആശയപ്രചരണവാദികളാരും ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആശയം ഇപ്പോൾ CPM ഉണ്ടെങ്കിൽ അത് പിണറായിസമാണ്. അല്ലാതെ കമ്മ്യൂണിസവും മാർക്സിസവും ലെനിനിസവും വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഒക്കെ പോയി. ഗോവിന്ദൻ്റെ കിതാബിൽ മാത്രമേ ഉള്ളൂ. അതെ, ഗോവിന്ദൻ പഠിപ്പിക്കുന്ന പാർട്ടി ക്ലാസ്സിലേ ഉള്ളൂ. അത് ഇവിടെ ഇല്ല, കേരളത്തിലല്ല, ഭൂമുഖത്തെങ്ങുമില്ല. ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം നിലനിൽക്കുന്നത് പിണറായിയിലൂടെ ആണെന്നാണ് തിരുവാതിരപ്പാട്ട്. ആ പാട്ട് അന്ന് തെറ്റാണെന്നെങ്കിലും പറയാൻ രണ്ടുപേരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഹണി സ്പോൺസർ ചെയ്ത പാട്ട് അത് മധുരപൂർവ്വം നുണയുന്ന അണികളെ ഇന്നത്തെ CPM ഉണ്ടാകാവൂ. അല്ലാതുള്ള ചില ഉമേഷ് ബാബുമാരും മറ്റ് ജോസഫ് സി മാത്യുവിനെ പോലെയുള്ള ആളുകൾ സങ്കടപ്പെട്ട് സംസാരിച്ച് ഇതിനെ അപലപിച്ച് തൃപ്തി അടയുകയുള്ളൂ. കാരണം അവരൊക്കെ വിചാരിക്കുന്ന കമ്മ്യൂണിസം കേരളത്തിൽ നിന്ന് പോയിട്ട് അനേകം വർഷങ്ങളായി. ഇപ്പോൾ ഇനി ഉണ്ടായിരിക്കുന്നതും ഇനി തുടർന്ന് പോകുന്നതും നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു പിണറായിസമാണ് കേരളത്തിൽ കമ്മ്യൂണിസം എന്ന പേരിൽ പ്രചരിക്കുന്നതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും. അതെ സാർ, ഇങ്ങനെ ഈ ഒരു വ്യക്തിപൂജയിലേക്ക് പോകുമ്പോഴേ ഇപ്പോൾ നമ്മൾ ഈ ആഗോള കമ്മ്യൂണിസ്റ്റ്, ഇപ്പോൾ ലെനിനാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം തന്നെ കൊണ്ടുവരുന്ന ഒരാൾ. മാർക്സും എംഗൽസ് ലെനിനിലേക്ക് ലെനിൻ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പിന്നെ സോവിയറ്റ് യൂണിയനിൽ ഒരു പരീക്ഷണാർത്ഥം ശ്രമിച്ചു. അതെ, ഒരുപാട് പേരെ കൊന്നൊടുക്കി. അതെ, പക്ഷേ ലെനിൻ അതെങ്ങും എത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. അതിൻ്റെ പിന്നാലെ പിന്നെ ജോസഫ് സ്റ്റാലിൻ വന്നു. ജോസഫ് സ്റ്റാലിൻ ദീർഘകാലം അവിടെ കൊന്നും വെന്നും ശത്രുക്കളെ ഇല്ലാതെയാക്കിയും മറ്റൊരു സ്റ്റാലിനിസമാണ് നടപ്പാക്കിയത്. അതുപോലെ പിണറായി വിജയൻ കേരളത്തിൽ മറ്റൊരു പിണറായിസം ഇദ്ദേഹത്തിന് ഒരു സ്റ്റാലിൻ എന്നാണല്ലോ പറയുന്നത്. പിണറായി ഒരു സ്റ്റാലിനിസമാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. സ്റ്റാലിന് പോലും നാണക്കേടുണ്ടാവും. പിണറായിയുടേത് പിണറായിസമാണ്. അത് ഇനി വേറൊരാൾ ഉണ്ടാക്കണമെങ്കിൽ ഇനി റിയാസ് അധികാരത്തിൽ വന്ന് റിയാസിസം ഉണ്ടാവണം. എങ്കിൽ പിന്നെ അന്ന് മനുഷ്യർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭക്തന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ ഒഴിച്ച് കാര്യകാരണ വിവേചന ബോധത്തോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിതൊക്കെ മനസ്സിലാകുന്നു. സാർ, എൻ്റെ ഒരു സംശയം, ഇത് ഈ സംസാരിച്ചിരിക്കുന്നത് ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ പോൾ ബ്യൂറോയിലോ ആരും ഇതൊരു ചർച്ചാ വിഷയമാക്കില്ല എന്ന് തന്നെ സാറിന്? അവരൊക്കെ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുകയാണ്. മിണ്ടിയിട്ട് പുറത്തിറങ്ങിയാൽ അവർ ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല. അതാണ് റഷ്യയിലെ സോവിയറ്റ് യൂണിയനിലെ പഴയ അനുഭവം. സ്റ്റാലിൻ്റെ കാലത്ത് സ്റ്റാലിന് ശേഷം വന്ന ക്രൂഷേവ് സ്റ്റാലിനെ വിമർശിച്ചപ്പോൾ ആ മീറ്റിങ്ങിൽ നിന്ന് ഒരാൾ എണീറ്റ് ഇത് നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ആരാ പറഞ്ഞതെന്ന് അങ്ങോട്ട് നോക്കി, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ പൊടി പോലും ഇല്ല ഒരാളെ കണ്ടെത്താൻ. ആ ചോദ്യം ചോദിച്ചവൻ പതുങ്ങി തലകുനിച്ചിരുന്ന് കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം കുറച്ച് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു, ഇത് തന്നെയാണ് അന്നും സംഭവിച്ചത്. ഇത് തന്നെയാണ് അന്ന് ധൈര്യമായിട്ട് ഒരുത്തം തല ഉയർത്തി ചോദ്യം ചോദിക്കാൻ അന്നും ഉണ്ടായില്ല, ഇപ്പോഴും ഇല്ല. അല്ല സാർ, ഇങ്ങനെ പോവുകയാണെങ്കിലേ സാർ ഈ ബംഗാളിൽ സംഭവിച്ച പോലെ ഈ പാർട്ടി തീരില്ല സാർ? ബംഗാളിൽ സംഭവിച്ച പോലെ അല്ല, സോവിയറ്റ് യൂണിയൻ ഉണ്ടായതുപോലെ തീരുകയാണ്. കേരളത്തിൽ പാർട്ടി പൊടിഞ്ഞു പോയിട്ടല്ലേ കുറേ അപശബ്ദങ്ങളും എതിരഭിപ്രായങ്ങൾ വരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നത് സുരേഷ് കുറുപ്പാണ്. അതെ, സുരേഷ് കുറുപ്പ് എന്താ സംസാരിച്ചിരിക്കുന്നത്?
പിണറായി വിജയനും കൂടി അറിഞ്ഞുകൊണ്ടെന്ന് കരുതുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധം, കൂത്തുപറമ്പിലെ കുഞ്ഞനന്തൻ, മരിച്ചുപോയ കുഞ്ഞനന്തനിലൂടെ നടപ്പാക്കിയ ടി.പി. ചന്ദ്രശേഖരൻ വധം ഏറ്റവും ദുഃഖകരമായ അനുഭവമായിരുന്നുവെന്നും എൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ടിക്കറ്റ് എടുത്ത് പോക്കറ്റിലിട്ട് കൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വെട്ടിക്കൊത്തുന്നതെന്നും അതിലെനിക്ക് വ്യക്തിപരമായി ദുഃഖമുണ്ടെന്നും ചന്ദ്രശേഖരൻ്റെ വിധവയുടെ മുന്നിൽ നിന്ന് അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്നും ഏറ്റുപറഞ്ഞു സുരേഷ് കുറുപ്പ്. ഈ കാര്യം ഏറ്റുപറയാൻ സുരേഷ് കുറുപ്പിന് എത്ര വർഷം വേണ്ടി വന്നു? അതെ അതെ, എത്ര വർഷം? അല്ല, VS ആണ് ശരി എന്ന് സുരേഷ് കുറുപ്പ് പറഞ്ഞല്ല. ധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ടി.പി. ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചത് VS ആണ്. അതേ സ്ഥലത്ത് വെച്ച് തന്നെ പിണറായി വിജയൻ പറഞ്ഞ് അത് ആരെന്ത് പറഞ്ഞാലും കുലംകുത്തി തന്നെ. അപ്പോൾ കുലംകുത്തി എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ച നേതാവിൻ്റെ വധത്തെ അപലപിച്ചിരിക്കുന്നു ഇപ്പോൾ കോട്ടയത്തെ സൗമ്യനും പൊതുസമ്മതനുമായ CPM നേതാവ് സുരേഷ് കുറുപ്പ്. അത് പാർട്ടിക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയ വൈരുദ്ധ്യത്തിൻ്റെയും വ്യത്യസ്ത ദിശയിലേക്കുള്ള ധ്രുവീകരണത്തിൻ്റെയും ഭാഗമാണ്. സുരേഷ് കുറുപ്പിൻ്റെ ആ അഭിപ്രായത്തെ പങ്കുവയ്ക്കുന്ന നിശബ്ദരായ 10,000-കണക്കിന് CPMകാർ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. സമാനമായ ഒരു ചിന്താഗതി പുലർത്തുന്ന ഒരാൾ ആലപ്പുഴയിൽ ഇരിപ്പുണ്ട്. അല്പം പെരുമാറ്റത്തിലൊക്കെ ഒരു മാടമ്പിത്തമൊക്കെ ഉണ്ടെങ്കിലും സുധാകരൻ തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള നേതാവ്, പാർട്ടിയുടെ ഇന്നത്തെ പോക്കിനെ ഇഷ്ടപ്പെടാത്ത ആളാണ് അദ്ദേഹം. ഇതിന് ഒരു തിരുത്താനൊരു അവസരം കിട്ടിയാൽ ആ അവസരം ഭംഗിയായി ഉപയോഗിക്കും. വരട്ടെ, കൊല്ലം സമ്മേളനം വരാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ സാർ, നമുക്ക് ഈ വിഷയത്തിൽ ഇനി നമുക്ക് ഒന്നുകൂടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടാനുള്ള DA കിട്ടാനാണ് പോഴ്ത്തിപ്പാടി എന്ന് പറയുമ്പോഴും ശരിക്കും ഈ മുഖ്യമന്ത്രി ഇത് എൻജോയ് ചെയ്തു. അദ്ദേഹം ഇന്നലെ വന്ന രംഗം ഒരു സിനിമയുടെ ഒരു രംഗം പോലെ തന്നെയാണ് നമുക്ക് തോന്നിയത്. ചാനലുകളിലൊക്കെ അദ്ദേഹം വന്ന അകമ്പടിയോടുകൂടി അദ്ദേഹം വന്ന രംഗം അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയായി ഇവിടെ കൊടിയേരി തന്നെ നിർദ്ദേശിച്ച ആളാണ് ഗോവിന്ദൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം വയ്യാതെ കിടക്കുമ്പോൾ പിണറായിയോട് പറഞ്ഞ് ഇദ്ദേഹത്തെ ആക്കണം, ഗോവിന്ദനെ ആക്കണം എന്ന് പറഞ്ഞ ഒരു പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന രീതിയിലും ഈ പാർട്ടിയും ഇനിയും പിണറായിയുടെ മുന്നിൽ മുട്ടുമടക്കി ഇനിയും വരാൻ പോകുന്ന പാർട്ടി സമ്മേളനത്തിലും പിണറായി തന്നെ ഈ പാർട്ടി ചുരുങ്ങുമോ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. അല്ല, പിണറായിയുടെ ആഗ്രഹം എനിക്ക് ശേഷം പ്രളയം, അതോടുകൂടി ഈ പാർട്ടി തീരണം, തനിക്ക് ശേഷം പ്രളയം ഉണ്ടാകണം. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസം എന്ന പേര് നിലനിൽക്കുകയാണെങ്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി താനായിരിക്കണം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS ആണെന്ന് പറയുന്നത് പോലെ ചരിത്രത്തിൽ ഒരു ഇടം കിട്ടാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. അത് ഏറെക്കുറെ അടുത്തടുത്ത് വരുന്നു എന്നാണ് അനുബന്ധ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ പിണറായി വിജയനെ പുകഴ്ത്തിയതാണോ അയ്യപ്പദാസിന് ഇത്ര വിഷമം? അത് ഒട്ടും അധികമല്ല, ഒട്ടും വലിയൊരു അപകടവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നേതാക്കളെ പുകഴ്ത്തുന്ന സ്തുതിപാഠകന്മാർ എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ വ്യവസ്ഥയിലും ഉണ്ട്. ഇത് ഫ്യൂഡൽ വ്യവസ്ഥയിലോ രാജഭരണകാലത്തോ റോയൽറ്റിയുടെ കാലത്തോ മാത്രമല്ല. മഹാത്മാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയിട്ടില്ല. അതെന്താ നിങ്ങൾ അത് വ്യക്തിപൂജയില്ലേ? അതെന്താ നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും പറയാത്തത്? ശ്രീനാരായണ ഗുരുവിനെ പുകഴ്ത്തിക്കൊണ്ട് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ആ ഷഷ്ടി പൂർത്തിക്ക് ഗുരുവല്ലോ പരദൈവം എന്ന് പുകഴ്ത്തിയില്ലേ? അതെന്താ വ്യക്തിപൂജയല്ലേ? പിണറായി വിജയനെ സ്നേഹിക്കുന്ന ആളുകൾ സെക്രട്ടേറിയറ്റിലുണ്ട്, ഹണിയെപ്പോലെയുള്ള ആളുകൾ. അവർക്ക് സ്ഥാപിത താല്പര്യവും ഉണ്ടാകുമായിരിക്കും. അധികാരത്തെ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും എല്ലാ കാലത്തും കൊട്ടാരവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കവികളുടെയും കവിയശ പ്രാർത്ഥികളുടെയും സ്വഭാവമാണ്. കാളിദാസൻ്റെ കാലത്ത് മുതലേ ഉണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിൽ തന്നെ അത് പുതിയ കാര്യമല്ല. അമ്പലപ്പുഴ കൊട്ടാരത്തിൽ പിന്നെ സ്തുതി പാടാൻ പോയ ആളല്ലേ കുഞ്ചൻ നമ്പ്യാർ. പിന്നെ സ്തുതിയുടെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ജന്മസിദ്ധമായി ഫലിതബോധം ഉണ്ടായതുകൊണ്ട് വിമർശനാത്മകമായ രാജാവിന് മനസ്സിലാകാത്ത തരത്തിൽ പരിഹസിക്കുകയും ചെയ്തു.
അല്ലേ? അതെ. അപ്പോൾ അതൊക്കെ എല്ലാ കാലത്തും എല്ലാ വ്യവസ്ഥയിലും ഉണ്ട്. ഇതിനെയൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ തന്നെ ആശയപ്രചരണമാണ്, അവിടെ വ്യക്തിപൂജയില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ചിരിക്കാൻ തോന്നുന്നത്. അതൊക്കെ വെറും വലിയ പരിഹാസങ്ങളാണ്. നമ്മൾ രണ്ട് കക്ഷവും പൊക്കിച്ചിരിക്കാൻ കക്ഷത്തും ചൊറിഞ്ഞെങ്കിലും ചിരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ. വലിയ ആശയപ്രചരണമൊന്നും ഉണ്ടാകുന്നില്ല. ഏത് വ്യവസ്ഥയിലും എല്ലാ മനുഷ്യരും കുറച്ചൊക്കെ സ്തുതി ഗീതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് പിണറായി വിജയനെ പോലെയുള്ള ആളുകൾക്ക് അത് കൂടുതലുണ്ടാവും. പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു, ഞാനത് കേൾക്കാൻ തുടങ്ങുമ്പോഴേ ഓടിക്കളയും എന്നൊക്കെ പറഞ്ഞു. നിർത്തടാന്ന് പറയുമെന്നല്ല പറഞ്ഞത്, ഓടിക്കളയും, എനിക്ക് കേട്ടിരിക്കാൻ വയ്യ. അത് ഇത്തിരി തൊലിക്കട്ടി കുറവായതുകൊണ്ടാണ്. പിണറായിക്ക് കുറച്ചുകൂടെ തൊലിക്കട്ടി ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ആസ്വദിച്ചതുകൊണ്ടിരിക്കുന്നു. ഇത് നിന്നെ നമ്മൾ ആ അർത്ഥത്തിലേ കാണേണ്ടതുള്ളൂ. കാര്യസാധ്യത്തിന് വേണ്ടി മണിയടിക്കാൻ വേണ്ടി ആളുകൾ സ്തുതിഗീതങ്ങളുമായിട്ടെത്തും. ഏതായാലും സാർ, ഈ മണിയടിയിൽ അദ്ദേഹം വീഴില്ല എന്നും പലരും പറയുന്നുണ്ട്. മണിയടി സുഖിച്ച് കേട്ടിരുന്നു, പക്ഷെ അദ്ദേഹം വീഴില്ല എന്ന് പറയുന്നു. നമുക്ക് നോക്കാം അല്ലേ സാർ? വീഴില്ല എന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. തീർച്ചയായിട്ടും. സ്തുതി ഇഷ്ടപ്പെടാത്ത ആരുമില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ. എന്നെ ആരെങ്കിലും പ്രശംസിക്കുന്നത് എനിക്കിഷ്ടമാണ്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ.